മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ആണ് 206. മനുഷ്യ ശരീരത്തിൽ ആകെ 206 അസ്ഥികൾ ആണ് ഉള്ളത്. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന മൂലകം ആണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായ വർഷം ആണ് 1991. 1991 ആണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത്. രക്തം കട്ടപിടിക്കാതാവുന്ന രോഗം ആണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതാവുന്ന രോഗം ആണ് ഹീമോഫീലിയ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി പൂർത്തീകരിച്ച വർഷം ആണ് 1895. 1895 ആണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി പൂർത്തീകരിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൂതല മിസൈൽ ആണ് പൃഥ്വി. പൃഥ്വി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൂതല മിസൈൽ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ആണ് കവരത്തി. കവരത്തി ആണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഇന്ത്യയിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം ആണ് കേരളം. കേരളം ആണ് ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം. രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനെ ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആര്? എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ. ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത്. മുളക് ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ആണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആണ് മുളക് ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. വിട എന്ന കൃതി രചിച്ചത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച കൃതി ആണ് വിട. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ ആണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത് ആരെ? CF ആൻഡ്രൂസ്. CF ആൻഡ്രൂസിനെ ആണ് ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത്. ലോക പുസ്തക ദിനം ആണ് ഏപ്രിൽ 23. ഏപ്രിൽ 23 ആണ് ലോക പുസ്തക ദിനം. രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തെ ആണ് രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്നത്. GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വന്നത് എന്ന്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. NSS അഥവാ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ. കെ കേളപ്പൻ ആണ് NSSന്റെ ആദ്യ പ്രസിഡന്റ്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ. അക്ബറിനെ ആണ് നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്ന് അറിയപ്പെടുന്നത്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ജോസഫ് പ്രിസ്റ്റലി. ജോസഫ് പ്രിസ്റ്റലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആണ് ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആണ് ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആണ്
ബൽദേവ് സിംഗ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനെ. സമുദ്രഗുപ്തനെ ആണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ആണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ആണ് കരൾ. കശുമാവിന്റെ ജന്മദേശം ആണ് ബ്രസീൽ. ബ്രസീൽ ആണ് കശുമാവിന്റെ ജന്മദേശം. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ആണ് ഭാസ്കരമേനോൻ. ഭാസ്കരമേനോൻ ആണ് മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ. കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാടിനെ ആണ് കേരളത്തിലെ നെതർലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ആഗോള ശിശുദിനം എന്ന് നവംബർ 20. നവംബർ 20 ആണ് ആഗോള ശിശുദിനമായി ആചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആണ് ആസ്ട്രേലിയ. ആസ്ട്രേലിയ ആണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരി ആണ് അക്ബർ. അക്ബർ ആണ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരി. ഇൻഗ്ലോറിയസ് എംപയർ എന്ന കൃതി ആരുടേതാണ്? ശശി തരൂർ. ശശി തരൂർ രചിച്ച കൃതി ആണ് ഇൻഗ്ലോറിയസ് എംപയർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് ആണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗിലി വെങ്കയ്യ. പിംഗിലി വെങ്കയ്യ ആണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ആണ് സിക്കിം. സിക്കിം ആണ് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ആണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന. സിൽവർ ജൂബിലി എത്ര വർഷമാണ്? 25 വർഷം. 25 വർഷം ആണ് സിൽവർ ജൂബിലി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. തിക്കോടിയൻ ആരുടെ തൂലികാനാമമാണ്? പി കുഞ്ഞനന്ദൻ നായർ. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം ആണ് തിക്കോടിയൻ. ഹർഷചരിതം എന്ന കൃതിയുടെ കർത്താവാര്? ബാണഭട്ടൻ. ബാണഭട്ടൻ രചിച്ച കൃതി ആണ് ഹർഷചരിതം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ആണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ആണ് ബുധൻ. അടിമവംശ സ്ഥാപകൻ കുത്തുബ്ദീൻ ഐബക്ക്. കുത്തുബ്ദീൻ ഐബക്ക് ആണ് അടിമ രാജവംശം സ്ഥാപിച്ചത്. ദേശീയ ശാസ്ത്രദിനം എന്ന് ഫെബ്രുവരി 28. ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1888 ആണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ആണ് തെർമോമീറ്റർ. തെർമോമീറ്റർ ആണ് ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം. പേ വിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ലൂയി പാസ്ചർ. ലൂയി പാസ്ചർ ആണ് പേ വിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ആണ് നാഫ്ത. നാഫ്ത ആണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. കേരളത്തിൽ വനവിസ്തീർണം കൂടുതലുള്ള ജില്ല ആണ് ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ വനവിസ്തീർണം ഏറ്റവും കൂടുതലുള്ള ജില്ല. സസ്യങ്ങളിലെ ഹരിതകത്തിൽ അടങ്ങിയ ലോഹം ആണ് മഗ്നീഷ്യം. മഗ്നീഷ്യം ആണ് സസ്യങ്ങളിലെ ഹരിതകത്തിൽ അടങ്ങിയ ലോഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഭാരതീയ വനിതാ പ്രസിഡന്റ് ആണ് സരോജിനി നായിഡു.
സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഭാരതീയ വനിതാ പ്രസിഡന്റ്.